പ്രൈസ് ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ മരിയൻ കോൺസെക്രേഷൻ്റെ 26-ാം ദിവസത്തിലേക്ക് ദൈവം നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു ആ മഹാ ദിവസത്തിലേക്ക്. നിങ്ങളെല്ലാവരും ഒത്തിരി തീക്ഷ്ണതയോടെയാണ് ഞാൻ വിചാരിക്കുന്നു. കുറേ മക്കളെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വലിയ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ മാതാവ് ചൊരിയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അതിസ്വാഭാവിക ജീവൻ, നിങ്ങൾക്ക് അങ്ങനെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ലൈഫ്, സൂപ്പർ നാച്ചുറൽ ലൈഫ്, അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അത് തെറ്റിദ്ധരിക്കരുത്. കുറേ സമ്പത്തും ജോലിയും സൗകര്യങ്ങളാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് അവർ ദൈവത്തിൻ്റെ ദൈവിക ജീവനിലുള്ള പങ്കാളിത്തമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള പങ്കാളിത്തം. അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മളെല്ലാം ദാഹം അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യരിലെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളോട് സാത്താൻ പണ്ട് പറഞ്ഞതുപോലെ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിയാവുമെന്ന് പറയുന്നത് നമ്മൾ എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടി നടക്കുകയാണ്. അങ്ങനെ അവശരും നിരാശരും നഷ്ടധൈര്യരും ഡിപ്രസ്ഡുമായിട്ട് ലോകം നടക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെല്ലാം ഡിപ്രസ്ഡാണ്. കാരണം ദേ ആർ റണ്ണിങ് ആഫ്റ്റർ സംതിങ് എൽസ് ആൻഡ് അത് കിട്ടത്തില്ല. മാത്രമല്ല അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നശ്വരമായതിൻ്റെ പുറകെ പോകുന്നതിന് നശ്വരമായതിൽ നശിക്കാനുള്ളതാണ് മക്കളെ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺസെക്രേഷൻ, സ്വർഗം ഒരുക്കി വെച്ച ആ വലിയ ജീവനിലേക്ക് നമ്മൾ വരും. എന്ന് വെച്ചാൽ നശ്വരമായതൊന്നും വേണ്ടാന്ന് ദൈവം പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് അമ്മ നേടി തന്നിരിക്കും. കാനായിൽ ആ വീഞ്ഞിൻ്റെ സമൃദ്ധി കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ സമൃദ്ധമായിട്ട് തന്നെ നടത്തരും. അതുകൊണ്ട് നമുക്ക് ഉണർവോടെ ഈ ഒരു വിരുന്നിന് നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പരിശുദ്ധാനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവാധിപനും സർവശക്തനും സർവജ്ഞനും സൗഖ്യദായകനും പരമപരിശുദ്ധനുമായ പിതാവേ, അങ്ങയുടെ വത്സലപുത്രൻ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ പരിശുദ്ധാത്മ ദൈവത്തോടുകൂടെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ സ്വർഗീയ വിരുന്നിനെ ഓർത്തും ഞങ്ങളെ അങ്ങയുടെ പുത്രനോട് അടുപ്പിക്കുന്ന ഈ ഒരു മരിയൻ കോൺസെക്രേഷനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളെ ഒരിക്കൽ കൂടെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ചിന്തകളൊക്കെ നവീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെ ഉണർത്തണമേ. ഞങ്ങളുടെ തളർന്നുപോയ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ ആ ദൈവിക സ്നേഹത്താൽ ഞങ്ങളെ നിറച്ച് ദൈവിക ജീവനിൽ പങ്കുകാരാക്കാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ തിരുസഭയിലേക്ക്, ഞങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് അങ്ങ് ഒരിക്കൽ കൂടി കടന്നു വരണമേ. ഞങ്ങളെ നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവിക കൃപാവരദാനങ്ങളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ മക്കളെല്ലാം നിന്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായ സ്വർഗത്തിന്റെ പരിപാലനയിൽ നടത്തിക്കൊണ്ട് നിന്റെ മാതൃസ്നേഹത്തിന് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഒരിക്കൽ കൂടെ ഇന്നേ ദിവസം സ്വർഗം ഒരുക്കി വെച്ച കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. സോ നമ്മൾ മഹത്വമേറിയ ആ കോൺസെക്രേഷൻ്റെ അതിപ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ജോൺ പോൾ രണ്ടാമനും മാപ്പാപ്പയുടെ ടീച്ചിങ്ങിലൂടെ നമ്മൾ മാറ്റിക്കളയണം. സാത്താൻ നമ്മുടെ ഉള്ളിൽ വലിയ നുണ കൊണ്ടേ വെച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് ലോകത്ത് നമ്മളൊക്കെ ഒത്തിരി നുണ കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ അതൊക്കെ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ കോൺസെക്രേഷന് കഴിഞ്ഞ് എൻ്റെ ലൈഫിലുണ്ടായ വലിയ അത്ഭുതകരമായ മാറ്റങ്ങളും ഈ അറിവ് ഉണ്ടാകുന്നൊരു മാറ്റം ഞാൻ ഓർക്കുകയാണ്. ആദ്യകാലത്തിലൊക്കെ എന്തോരം ഇത് മാതാവിനോടൊന്നും അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ലായിരുന്നു. ആൻഡ് ഐ ബിലീവ് ദിസ് ഈസ് മൈ 25th ഇയർ ഇൻ ദ ലോർഡ്. ഈ ഒരു യാത്ര ഇന്നായിരിക്കുന്ന അവസ്ഥ ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് മാതാവിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എത്തിയായിരുന്നെന്ന് ഞാൻ വിചാരിക്കുക. തീർച്ചയായിട്ടും എത്തുമായിരുന്നു. കാരണം ഇതിലേക്ക് പോയി എന്തെല്ലാം കാര്യങ്ങൾ സ്വയം ഇരുന്ന് പഠിച്ച് തെറ്റുകളും കുറ്റങ്ങളൊക്കെ കണ്ടു പറഞ്ഞു മാറി ട്രയൽ ആൻഡ് എററിലൂടെയാണ് നമ്മളൊക്കെ വരുന്നത്. ഇവിടെ ഇത്രയും നല്ലൊരു മെൻറ്റർ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് വി മിസ്ഡ് ഹർ. പൊന്നു മക്കളെ, യുവജനങ്ങളെ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, ഷീ ഈസ് ദ ഈസിയസ്റ്റ് വേ, ദർ ഈസ് നോ ഡൗട്ട്. ഷീ ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഹെവൻ ആൻഡ് ഗോഡ് ആൻഡ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. അതുകൊണ്ട് ഉണർന്നോടെ പിടിക്കാം കേട്ടോ, വിട്ട് കളയരുത്. ചെറുപ്പക്കാരെല്ലാവരും ഉഷാറോടെ പിടിക്കണം. നിന്റെ അമ്മ നിന്നെ അത്ഭുതകരമായി വളർത്തിക്കൊണ്ടുവരും, നിന്നെ അത്ഭുതകരമായി നിന്നെ നയിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാനായിൽ ഇന്നലെ കാണുകയായിരുന്നു. മാതാവിൻ്റെ മാതൃസഹജമായ മാധ്യസ്ഥതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. യേശുവിൻ്റെ രക്ഷാകര വേളയിൽ മാതാവിനുണ്ടായിരുന്ന സ്വർഗം കൊടുത്തിരിക്കുന്ന അധികാരത്തെ നമ്മൾ മനസ്സിലാക്കി.
അങ്ങനെ അവൾക്ക് ദൈവരാജ്യത്തിലൊരു മാതൃത്വം, അമ്മ എന്ന രീതിയിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ ഇടപെടാനുള്ള പ്രത്യേകമായ കഴിവ് ദൈവം അവൾക്ക് കൊടുത്തു, അധികാരം കൊടുത്തു, സമയത്തിൻ്റെ മേൽ കഴിവാരം കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ മാതാവിൻ്റെ ആ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ ദർ ഇസ് എ റിട്രീറ്റ് ഇൻസൈഡ് വിത്തിൻ ദ റിട്രീറ്റ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിൻ്റെ 3-ാമത്തെ ദിവസം നമ്മൾ വരുമ്പോൾ ഇന്ന് മാതാവ് ഇങ്ങനെ നമ്മൾ കണ്ടു, ഈശോ മാതാവിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക. തൻ്റെ അമ്മയെന്ന് മാത്രമല്ല, സകല മർത്യരുടെയും അമ്മയായി ആ സ്പിരിച്വൽ മദർഹുഡിലേക്ക് മാതാവിനെ ഈശോ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് മാതാവ് ഇതെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. മാതാവിനെല്ലാം ആദ്യമൊന്നും മനസ്സിലാകുന്നില്ല, അവളെല്ലാം മനസ്സിൽ ധ്യാനിച്ചു. ഷീ പോണ്ടേർഡ് എവറിത്തിങ് ഇൻ ഹർ ഹാർട്ട്. അപ്പോൾ ഷീ വെന്റ് ത്രൂ എ ഡീപ്പ് റിട്രീറ്റ്. അപ്പോൾ മാതാവ് ഇതെല്ലാം മനനം ചെയ്ത് ഇങ്ങനെ മനസ്സിലാക്കി വന്ന് യേശുവിൻ്റെ ഒപ്പം വളരുന്നുണ്ട്. യേശുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിസൈപ്പിളാണ് പരിശുദ്ധ അമ്മ. ആൻഡ് ജീസസ് വാസ് സോ പ്രൗഡ് ഓഫ് ഹെർ. അപ്പം നമ്മളും അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ഈ ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു തീക്ഷ്ണത ഉണ്ടായിരിക്കണം. നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബൈബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൗവയുടെ നേച്ചർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് മാറ്റണം പ്രിയമുള്ളവർ. നമ്മൾക്ക് അതിസ്വാഭാവികമായൊരു ജീവിതം നയിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ദർ ഇസ് ഓൺലി വൺ ലൈഫ്, ദർ ഇസ് നോ റീപ്ലേ കേട്ടോ. അതുകൊണ്ട് നഷ്ടപ്പെട്ടു സാരമില്ല, നമ്മൾ തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ അമ്മ നമ്മളെ സഹായിക്കും. അപ്പം അതുകൊണ്ട് ഈ മാതാവ് ധ്യാനിച്ച് വന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, മറിയത്തിൻ്റെ മാതൃത്വം ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത്. ഷീ വാസ് ഗ്രോയിങ് ഇൻ ദ മദർഹുഡ്. അപ്പോൾ ഈ യേശുവിൻ്റെ അമ്മയൊന്നും മാത്രമല്ല, സകല മർത്യരുടെയും അമ്മയായി മാറുന്ന ഒരു പ്രോസസ്സിലേക്ക് മാതാവിന് വന്ന് അത് പൂർത്തീകരിക്കുന്നത് കാൽവരി മലയിലെ കുരിശിൻ ചുവട്ടിലാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് ആ മാതൃത്വം അതിൻ്റെ പരിപൂർണതയിലേക്ക് മാതാവ് എത്തുന്നത്? കുരിശിൻ ചുവട്ടിലെത്തുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ യേശുവിനോടൊപ്പം ആ യാത്രയിൽ വന്ന് ഈശോ പറയുന്നതനുസരിച്ച് മാതാവ് വളർന്ന് ഷീ മെച്യൂർഡ് ഹെർസെൽഫ് ആസ് എ വണ്ടർഫുൾ മദർ. ആ മാതൃത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മാതാവ് വളർന്നെത്തുന്നത് കുരിശിൻ ചുവട്ടിലെത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അവൾ ദൈവ മാതാവായി സകല മർത്യരുടെ അമ്മയായിട്ട് അവൾ മാറുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ്. അപ്പോൾ ആ പിതാവിൻ്റെ അതിനകത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, എങ്ങനെയാണ് ആ മാതൃത്വത്തിൽ സകല മർത്യരുടെയും മാതൃത്വത്തിലേക്ക് മാതാവ് വരുന്നത് എങ്ങനെയാണ്. യേശുവിൻ്റെ അതിഭയാനകമായ ഭീകരമായ ആ പീഡാസഹനങ്ങൾ, നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പീഡകളിലൂടെയാണ് യേശു കടന്നു പോകുന്നത്. അവിടെയെല്ലാം തൻ്റെ പുത്രനോട് ചേർന്ന് നിന്ന് ആ രക്ഷാകര ദൗത്യത്തിൽ ഒരു തരി പോലും പുറകോട്ട് നിൽക്കാതെ മനസ്സ് ആത്മാവ് ശരീരത്തോടെ അമ്മ ചേർന്ന് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവായിട്ട് എത്രമാത്രം മാതാവ് ഐക്യപ്പെട്ടിരിക്കുന്നു, അതേപോലെ പുത്രനോടും ഐക്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് അവൾ ആ മാതൃത്വം സ്വന്തമാക്കുന്നത്. അങ്ങനെ പുത്രൻ്റെ ആത്മദാനം, സ്വയം ബലിയിൽ, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുന്ന ബലിയിൽ പരിശുദ്ധ അമ്മയും ഒരു ബലിയായി മാറുകയാണ് അവിടെ. അങ്ങനെ അത്ഭുതകരമായ പുത്രനോട് ചേർന്ന് നിന്ന് ദൈവത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം 1% പോലും കുറയാതെ വിശ്വസ്തയോടെ പരിപൂർണ സമർപ്പണത്തോടെ പരിഭവം പരാതി കൂടാതെ സ്വർഗം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പുത്രനെ കൂടെ നിന്ന് അവൾ പൂർത്തീകരിക്കുകയാണ് ബലി. അങ്ങനെ ആ ബലിയുടെ പങ്കുകാരാകുന്നത് വഴിയാണ് മറിയത്തിന് ഈ അതിസ്വാഭാവികമായ മാതൃത്വം കൈവരിക്കുന്നതെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ യാത്ര വന്ന് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 19 നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ തൻ്റെ ബലി അവസാനിക്കുന്ന സമയമായപ്പോൾ, ആ യാത്രയുടെ അവസാനം എത്തുമ്പോൾ യേശു ഒരു കാര്യം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ അമ്മയെ യോഹന്നാൻ ഇങ്ങനെ പറയാം, തൻ്റെ പ്രിയപ്പെട്ട ദാസനെ വിളിച്ചിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. പ്രിയ ശിഷ്യനെ കണ്ടു നോക്കിയിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ആ ശിഷ്യന് തൻ്റെ അമ്മേനെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ആ പൊസിഷനിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഷീ ബിക്കേം മെച്യൂരിറ്റിയിലെത്തി. അങ്ങനെ എത്തിയ തൻ്റെ അമ്മേനെ തൻ്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അടുത്ത വാക്കിൽ പറയുന്നു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. ആ മകനെയും ഏൽപ്പിച്ചു കൊടുക്കണം, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ കാൽവരി മലയുടെ കുരിശിന് ചുവട്ടിൽ എത്തുമ്പോഴാണ് മാതാവ് ആ സകല മർത്യരുടെ അമ്മ എന്ന ആ ഫുൾ പൊസിഷനിലേക്ക് മെച്യൂർ ഗ്രോ ചെയ്തത്. അപ്പം ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്ന മഹാനായ ഒരു രഹസ്യം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനെക്കുറിച്ച് സഭ, ജോൺ പോൾ രണ്ടാമൻ നമ്മൾ നേരത്തെ കണ്ടു, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ മാതാവിനെ കുറിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺ പോൾ രണ്ടാമനെ കൊണ്ടുവരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് സഭ പറയുന്ന കാര്യം ഒന്നുകൂടി നമ്മളിന്ന് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്കിത് ഉറപ്പിക്കണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറിയൻ കോൺസെക്രേഷൻ. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന മുഴുവനും മാതാവ് പിശാചാണ്, മാതാവ് മുട്ടത്തൊണ്ടാണ്, മാതാവിന് സ്ത്രീ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ വളരെ അവജ്ഞയോടെയാണ് വിളിച്ചത് നമ്മൾ കേട്ടിരിക്കുക. അപ്പോൾ അത് പിശാചിൻ്റെ ഒരു വലിയ തട്ടിപ്പാണ് മക്കളെ. അതുകൊണ്ട് ഇത്രയും വലിയൊരു ബ്ലെസ്സിങ്, കുരിശിൻ്റെ ചോട്ടിൽ സ്വർഗം നൽകിയ, യേശു നൽകിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് പരിശുദ്ധ അമ്മ. ഈ ബ്ലെസ്സിങ് നമ്മൾ സ്വന്തമാക്കണം. അതിന് നെഗറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യെസ്, വലിയ സത്യം സ്വർഗം വെളിപ്പെടുത്തരുക, നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പം അതിനെക്കുറിച്ച് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്മളെ പഠിക്കുക. അതിന് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിനകത്ത് ഭംഗിയായിട്ട് പറയുന്നത് ഞാൻ ഇത് റെഫർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 964 ഖണ്ഡിക ഇങ്ങനെയാണ് പറയുക: തൻ്റെ പുത്രനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ സർവ്വ മനുഷ്യരുടെ അമ്മയായി മാറുന്നത്. അതിനെക്കുറിച്ച് മറിയത്തിന് സഭയിലുള്ള ധർമ്മം ക്രിസ്തുവിനോടുള്ള അവളുടെ ഐക്യത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതും അതിൽ നിന്ന് നേരിട്ട് ഉത്ഭവിക്കുന്നതുമാണ്. അപ്പം ക്രിസ്തുവിനോട് സഭയിലുള്ള ധർമ്മം, സഭാ മക്കളോടുള്ള ധർമ്മം ക്രിസ്തുവിനോടുള്ള അവളുടെ ഐക്യത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതും അതിൽ നിന്ന് നേരിട്ട് ഉത്ഭവിക്കുന്നതുമാണ്. രക്ഷാകർമ്മത്തിൽ മറിയത്തിന് മകനോടുള്ള ഈ ഐക്യം ക്രിസ്തുവിൻ്റെ കന്യകാജനനം മുതൽ അവിടുത്തെ മരണം വരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പീഡാസഹനത്തിൻ്റെ മണിക്കൂറിൽ അത് സർവോപരി വെളിവാക്കപ്പെട്ടു. ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ജനനം മുതൽ പീഡാസഹനം വരെ തൻ്റെ പുത്രനോട് അഗാധമായി അവൻ്റെ ഓരോ ശ്വാസത്തിലും പരിശുദ്ധ അമ്മ ഐക്യപ്പെട്ടിരും. ഇങ്ങനെ ഐക്യപ്പെട്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് കാൽവരി മല കുരിശിൻ ചുവട്ടിൽ ഒരു പുതിയ മാനം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുക്കണം. അങ്ങനെ സ്വർഗം പ്ലാൻ ചെയ്തിരുന്ന ആ സകല ജനത്തിൻ്റെ അമ്മയാകാനുള്ള ആ വലിയ അവസ്ഥയിലേക്ക് മറിയം രൂപപ്പെട്ടു എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുക, ജോൺ പോൾ രണ്ടാമൻ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ പരിശുദ്ധ കന്യക തൻ്റെ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയിൽ മുന്നേറുകയും തൻ്റെ പുത്രനുമായുള്ള ഐക്യം കുരിശുവരെ വിശ്വസ്തതാപൂർവ്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അപ്പം തൻ്റെ പുത്രന് ആ മംഗളവാർത്താ സമയത്ത് ദൈവം ഏൽപ്പിച്ച ആ പുത്രനോടുള്ള യാത്ര വേറെ ലോകത്തിലെ ഏത് മനുഷ്യനേക്കാൾ യേശുവിനോട് ഏറ്റവും അടുത്ത് യാത്ര ചെയ്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്തു. അവിടെ ദൈവിക പദ്ധതിക്കനുസൃതമായി തൻ്റെ ഏകജാതനോടൊപ്പം അവിടുത്തെ സഹനത്തിൻ്റെ തീവ്രത സഹിച്ചുകൊണ്ട് നിന്നു. അവിടുത്തെ യാഗത്തോട് തൻ്റെ മാതൃഹൃദയത്തിൽ ചേർന്നുകൊണ്ടും തന്നിൽ നിന്ന് ജനിച്ച ആ ബലിവസ്തു ഹോമിക്കപ്പെടാൻ സ്നേഹപൂർവ്വം സമ്മതിച്ചുകൊണ്ടും അവിടുന്ന് നിന്നു. പർദീസയിലൊക്കെ ആദം പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ മാംസത്തിൻ്റെ മാംസം മജ്ജയുടെ മജ്ജ എന്ന് ഹൗവയെ കണ്ടു പറഞ്ഞു. അതിനേക്കാളൊക്കെ അടുത്തായിരുന്നു യേശുവിന് പരിശുദ്ധ അമ്മ. ആ പ്രിയ മകനെ ഒരു ദഹന ബലിയായി അവള് സന്തോഷപൂർവ്വം വിശ്വസ്തയോടെ ആ ബലി അർപ്പിക്കുകയാണ്. ആ ബലിയോട് അവൻ്റെ എല്ലാ പീഡാസനങ്ങളും ചേർന്ന് നിന്ന് മാതാവിൻ്റെ ഹൃദയത്തിലൊരു ബലിപീഠമുണ്ടായിരുന്നതാണ്. നമുക്കറിയാം, നമ്മൾ സഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ സഹിക്കുന്നതാണ്. അത്രമാത്രം ഒരു സംടൈംസ് മെൻ്റൽ പെയിൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഫിസിക്കൽ പെയിൻ എന്ന് പറയും. യേശു മെൻ്റൽ പെയിൻ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയൊരു പെയിനാണ് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ മുമ്പിൽ കിടന്ന് പടയണത് കാണുന്നത്. വളരെ ഭയാനകമായ ഭീതിജനകമായൊരു വേദനയാണ്. അപ്പോൾ അത് അവൾ അതിനോട് ചേർന്ന് സഹിച്ചു എന്ന് പറയണം. എന്നിട്ട് ആ ബലിവസ്തു ഹോമിക്കപ്പെടാൻ സ്നേഹപൂർവ്വം സമ്മതിച്ചു, പരിഭവമില്ല, പരാതിയില്ലാതെ. സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ ദൈവപിതാവിൻ്റെ ഇഷ്ടം, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും. അതതിൻ്റെ പൂർണ്ണതയിൽ മാതാവ് നിറവേറ്റുകയാണ്. എന്നിട്ട് പറയാണ്, കുരിശിൽ മരിച്ചുകൊണ്ടിരുന്ന ആ യേശു ക്രിസ്തുവിനാൽ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന വാക്കുകളോടെ അവിടുത്തെ ശിഷ്യന് അമ്മയായി നൽകപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. അപ്പം സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ബലിയുടെ യോഗ്യതയിൽ നിന്നുകൊണ്ട് അവസാനം യേശു ആ കാര്യം പറയുകയാണ്. യേശു അത് അനൗൺസ് ചെയ്യുകയാണ്. എന്താണ്? ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് തൻ്റെ അമ്മേനെ മാനവകുലത്തിന് യേശു നൽകുകയാണ്. ബ്യൂട്ടിഫുൾ. 968 ഖണ്ഡിക വീണ്ടും നമ്മൾ കാണുകയാണ്. സഭയെയും മനുഷ്യവംശം മുഴുവനെയും സംബന്ധിച്ചുള്ള അവളുടെ ധർമ്മം ഇതിനേക്കാൾ വ്യാപകമാണ്. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം
ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ ഈ റിട്രീറ്റിൻ്റെ മോട്ടോ അതാണ് കേട്ടോ, അബൻഡൻസ് ഓഫ് ലൈഫ്. അതാണ് ഈശോ നമുക്ക് സ്വർഗ്ഗം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അതിസ്വാഭാവികമായ ജീവനിലേക്കുള്ള മനുഷ്യവംശം പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലി ഈശോ വന്നിരിക്കുന്നതിന് വേണ്ടി. ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഇറ്റ്സ് അബൻഡൻസ്. ദൈവിക ജീവൻ മക്കൾ. അതുകൊണ്ടാണ് ഈ കോൺസെക്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ക്രിസ്തു ഈ ലോകം കണ്ടിട്ടുള്ള ദ പെർഫെക്റ്റ് മാൻ എവർ ലിവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ് ഈസ് ജീസസ് ഓഫ് നാസറത്ത്. അപ്പോൾ ദ പെർഫെക്റ്റ് വുമൻ എവർ ലിവ്ഡ് ദിസ് പ്ലാനറ്റ് ഈസ് മേരി. അപ്പോൾ ഇവരുടെ ഈ ജീവനാണ് ഈ പെർഫെക്ഷനിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. നിന്റെ ജീവിതം അതിസ്വാഭാവിക തലത്തിൽ മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നൊരു പക്ഷേ നീ ലോകത്തിൽ മണ്ടനും പൊട്ടനും വിവരമില്ലാത്തവനും എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവനായിരിക്കും. ബട്ട് ക്രൈസ്റ്റ് വിൽ ബ്രിങ് യു ഇൻ ടു ദിസ് അബൻഡൻസ് ഓഫ് ലൈഫ്. അതുകൊണ്ട് ഈ കോൺസെക്രേഷൻ മിസ്സാകരുത്. നിന്റെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. നിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെ ജീവിതം മാറ്റപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി എങ്ങനെയാണ് മാതാവ് ഈ പൊസിഷൻ അറ്റൈൻ ചെയ്യുന്നത്. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. ഈ കാരണത്താൽ കൃപാവരത്തിന്റെ ക്രമത്തിൽ അവൾ നമുക്ക് അമ്മയാണ്. സഭയുടെ സോളിഡ് ടീച്ചിങ് ജോൺ പോൾ മാർപ്പാപ്പ ഇതാ പഠിപ്പിക്കണം. അപ്പം ഈ അനന്യ സ്വാഭാവികമായ രീതിയിൽ തൻ്റെ പുത്രന്റെ രക്ഷാകരത സ്വയം ദാനമാകുന്ന ബലിയിൽ പരിശുദ്ധ അമ്മ വിശ്വാസത്തിൽ, ശരണത്തിൽ, സ്നേഹത്തിൽ, അനുസരണത്തിൽ അതിൻ്റെ എല്ലാ പുണ്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അവൾ നിർവഹിച്ചുകൊണ്ട് അവൾ കാൽവരി മലയിലെ കുരിശിൽ സകല മർത്യരുടെയും അമ്മയായി മാറുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതിയിൽ അത് ഈ പീഡാസഹനങ്ങളുടെ ഏറ്റവും സ്നേഹത്തിൽ യേശുവിനോട് ചേർന്ന്, യേശുവിനോട് ഒരു തരി പോലും പുറകാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ, മാനവകുലത്തോടുള്ള സ്നേഹത്തിൽ അവൾ നിൽക്കുമ്പോൾ, അങ്ങനെ യേശു ആർക്ക് വേണ്ടി മരിച്ചുവോ ആ മക്കളോടുള്ള സ്നേഹം. അപ്പം യേശു നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്കറിയാം. ആ വലിയ സ്നേഹത്തിലാണ് ഈശോ നമുക്ക് വേണ്ടി മരിക്കുന്നത്. അങ്ങനെ യേശുവിനോട് ചേർന്ന് നിന്ന് ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിച്ചതുകൊണ്ട് സ്വർഗം അവൾക്ക് ഒരു പുതിയ ഇത് കൊടുക്കുകയാണ്. ഈ മനുഷ്യ മക്കളോടുള്ള, യേശു ആർക്ക് വേണ്ടി മരിച്ചോ ആ മക്കളോടെല്ലാം ഒരു പുതിയ സ്നേഹം കാൽവരി മലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ആ സ്നേഹത്തിൽ പുതിയൊരു സ്നേഹം മാതാവിന് ലഭിക്കുകയാണ്. ആ സ്നേഹത്താൽ യേശു മരിച്ച എല്ലാവർക്കും വേണ്ടി അവരെ എല്ലാവരെയും ക്രിസ്തുവിൽ എത്തിക്കുവാനുള്ള ആ ഒരു വലിയ കൃപ അവൾ സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ സീക്രട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മദർ തെരേസയുടെ ടീച്ചിങ്സ് നമ്മൾ കണ്ടു. കാൽവരി ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന ആ യേശുവിൻ്റെ മനുഷ്യ മക്കൾക്ക് വേണ്ടിയുള്ള ആ സ്നേഹം അല്ലേ, സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് ഒരു പരിഭവം പരാതിയും കൂടാതെ നമുക്കെല്ലാവരുടെ പാപം നമ്മൾ രക്ഷിച്ച് നമ്മളെ ദൈവിക ജീവനിൽ പങ്കുകാരാക്കുവാൻ അവൻ അർപ്പിച്ച ആ യേശുവിൻ്റെ സ്നേഹം, നമ്മളോടുള്ള ആ സ്നേഹം പരിശുദ്ധ അമ്മയ്ക്ക് അവിടുന്ന് ലഭിച്ചു എന്നാ പറയാം. കുരിശില് ആ മദർ തെരേസ നമ്മൾ പറയുന്നതാണ്, ആ എനിക്ക് ദാഹിക്കുന്നു എന്ന ആ വാക്ക് അതേപടി ഉൾക്കൊണ്ടത് പരിശുദ്ധ അമ്മയാണ്. അവിടെ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്തു? അവൾ ഇന്ന് എല്ലാവരെയും ക്രിസ്തുവിലേക്ക് എത്തിക്കുകയാണ്. ഈ ദാഹം എല്ലാവരും അത് മദർ തെരേസയ്ക്ക് കൊടുത്തു. അങ്ങനെ ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ മാതാവിലേക്ക് എത്തുക. യേശുവിനുണ്ടായ അതേ ഡിഗ്രിയിൽ മനുഷ്യവംശത്തോട് മാതാവിന് ഒരു സ്നേഹം കുരിശിൽ നിന്ന് ലഭിച്ചു എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ മദർ തെരേസ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ ആ ദാഹം, എനിക്ക് ദാഹിക്കുന്ന ആ ദാഹം, ഈ മാനവകുലത്തിൻ്റെ ആ ദാഹം അതേ ഡിഗ്രിയിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെയാണ് മാതാവ് എന്ന് ആത്മാക്കളെ നേടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് അങ്ങനെയാണ് പരിശുദ്ധ അമ്മ അവിടെ യേശുവിനോട് ചേർന്ന് ആ യേശുവിൻ്റെ അമ്മയായിട്ടും സകല മർത്യരുടെ അമ്മയായിട്ടും മാറുകയാണ്. കാൽവരി മലയിലെ കുരിശിൽ വെച്ചുകൊണ്ട് അതോടെ മാതാവിൻ്റെ ദൗത്യം തീരുന്നില്ല. മാതാവ് നമ്മൾ പിന്നീട് കാണുന്നുണ്ട് സഭയിൽ പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധ അമ്മ ഇന്നും ഈ പ്രവർത്തനം തൻ്റെ സഭാ മക്കൾക്ക് വേണ്ടി സഭയിലൂടെ സഭാമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭാമാതാവ് ഒരു മാതാവാണ് കേട്ടോ. അപ്പോൾ തൻ്റെ മക്കൾക്ക് രൂപപ്പെടുത്തുന്ന സഭാമാതാവിനോട് ചേർന്ന് നിന്ന് മക്കളുടെ രൂപീകരണത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനോടുകൂടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ കൂദാശകളിലും ആ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയെല്ലാം പരിശുദ്ധ അമ്മ
തൻ്റെ ഇഷ്ട മണവാളനായ പരിശുദ്ധാത്മാവോട് ചേർന്നുകൊണ്ട് ഈ ഫോർമേഷനിൽ അമ്മ ചേർന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക സഭ പഠിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ കുർബാനയിലും പ്രത്യേകിച്ച് നമ്മളറിയാം മാമോദീസായിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മളെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് മാമോദീസ. ഈ മാമോദീസയിൽ തൻ്റെ ഇഷ്ട മണവാളിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ്, കാരണം ഇവരെ രണ്ടുപേരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ എവിടെ ഉണ്ട് അവിടെ പരിശുദ്ധാമ്മയുണ്ട്, പരിശുദ്ധാമ്മ എവിടെ ഉണ്ട് പരിശുദ്ധാത്മ, കാരണം ദേ ആർ വൺ. അത് വചനം പറഞ്ഞിരിക്കുകയാണ്, ഇനിമേൽ നിങ്ങൾ രണ്ടെല്ലാം ഒരു ശരീരമായിരിക്കും പറഞ്ഞാൽ ആ വചനം അവരൊരു വിവാഹം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പെന്തക്കോസ്തക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ മൗതിക ശരീരത്തെ ക്രിസ്തുവിൽ രൂപപ്പെടുത്തുമ്പോൾ പരിശുദ്ധാമ്മ അവിടെ ഉണ്ട്. യെസ്, എല്ലാ സാക്രമെന്റിലും പരിശുദ്ധാമ്മയുടെ പ്രവർത്തനവും സാന്നിധ്യം ഉണ്ടെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ വീണ്ടും നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും കാണും കുർബാനയിൽ എന്താ സംഭവിക്കണേ? തൻ്റെ പ്രിയസുതൻ, താൻ ജന്മം കൊടുത്ത പ്രിയസുതൻ്റെ ബലിയാണത് കുർബാന. ആ ബലിയിൽ പരിശുദ്ധാമ്മ സന്നിഹിതയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവാണ് ബലി പൂർത്തീകരിക്കണം. യേശുവിൻ്റെ ബലി പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് യേശു പൂർത്തീകരിക്കുക. വീണ്ടും ഇന്ന് നമ്മൾ സഭയിൽ ആ കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ ആ യേശുവിൻ്റെ തിരുശരീരം, ആ വീഞ്ഞും അപ്പവും യേശുവിൻ്റെ ശരീര രക്തമാക്കി മാറ്റുന്ന ആരാണ്? പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പുരോഹിത ഇതിൻ്റെ ശരീരമാവുന്നത് പറയുമ്പോൾ ആ വാക്കിലൂടെ പരിശുദ്ധാത്മാവ് അതിനെ വിശുദ്ധീകരിക്കുമ്പോൾ ആര് കൂടെയുണ്ട്? പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുർബാനയുടെ എല്ലാം മാതാവിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട്. അപ്പോൾ മാതാവിൻ്റെ ഈ മെറ്റേണൽ ആക്ടിവിറ്റി അത് സഭയിലുടനീളം സഭയുടെ കുദാശകളിലൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വണ്ടർഫുൾ. അപ്പോൾ ഇതാണ് സഭ നമുക്ക് തരുന്നത്. നമ്മളിതൊന്നും അറിയാതെ ഏതോ കുറച്ച് ജപമാലയും ചൊല്ലി കുറച്ച് കാര്യം നടക്കാൻ വേണ്ടി നടക്കരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ മാതൃത്വത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഓക്കെ, പ്രൈസ് ലോർഡ്. അങ്ങനെ ഈ 3 ദിവസത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ ആ അന്തസത്ത എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മീയ മാതൃത്വത്തെ കുറിച്ചാണ്. ജോൺ പോൾ രണ്ടാമ മാർപ്പാപ്പ നമ്മളെ മനോഹരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അതിൽ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്, നമ്മുടെ ആത്മീയ അമ്മയാണ് എന്നുള്ളത്. അത് വെറും ഒരു കേവലമായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അസ്ഥിരവും കേവലമായ ഒരു സംഗതിയല്ല. അത് വ്യക്തതയും വ്യക്തിമാഹാത്മ്യമുള്ള ഒരു സത്യമാണ്. ജോൺ പോൾ രണ്ടാമൻ അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കുകളാണ്. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല, അത് വ്യക്തതയും വ്യക്തി മഹാത്മ്യമുള്ള ഒരു മഹാസത്യമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ അമ്മയാണ്. സ്വർഗം നമ്മളെ ഭരമേൽച്ചു പിടിക്കുന്ന അമ്മയാണ്. അതിനവൾ സ്വന്തമാക്കിയ വഴികൾ നമുക്കറിയാം. അവരുടെ ബലി, വിശ്വസ്തത, സമർപ്പണം, സ്നേഹം, ജ്വലിക്കുന്ന സ്നേഹം. ഒരു തരി പോലും ആ പീഡാസന എല്ലാ ശിഷ്യന്മാരൊക്കെ പോയപ്പോഴും അമ്മ ചേർന്ന് നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ വെറും സാധാരണ ഒന്നുമില്ലാത്ത പാപികളും ബലഹീനരെ നമ്മൾ യേശുവിൻ്റെ സുവിശേഷ വേല ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചുമ്മാ 4 വചനം പറയുമ്പോൾ 4 പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ അയാൾ നടക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ചെറിയൊരു സാക്രിഫൈസ് നടത്തി നമ്മൾ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ വലിയ കൃപകൾ ഒഴുകുകയാണ്. അങ്ങനെയാണ് നമുക്കറിയാം, ഇത്രമാത്രം യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ പീഡാസഹനം വരെ, ജനനം മുതൽ പീഡാസഹനങ്ങൾ അവൾ അനുഭവിച്ച ത്യാഗങ്ങൾ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം കഷ്ടപ്പാടുകളും സംശയങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കുരിശിനോട് നമുക്ക് അറിയാം, സ്വർഗം പോലും നിശബ്ദമാണ് അവിടെ. ഇതാ എൻ്റെ ദൈവം എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചുറ്റുപാട് ശത്രുക്കൾ ഘോരാഘോരം വെല്ലുവിളിക്കുന്നു. റോമ പടയാളികൾ യേശുവിനെ ഭീകരമായി പീഡിപ്പിക്കുന്നു. അങ്ങനെ യഹൂദജനം തിരസ്കരിക്കുന്നു. ശിഷ്യന്മാർ 12 വഴിക്ക് ഓടുന്നു. ഇങ്ങനെ എല്ലാവരും യേശുവിനെ വിട്ടുപോകുമ്പോഴും ഷീ വാസ് ദ വൺ വിത്ത് ഹിം. ആ വൺനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്ന് ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ അവൾ യേശുവിൻ്റെ കൂടെ നിൽക്കുകയും യേശുവിനെ സഹായിക്കുകയും യേശുവിനെ താങ്ങുകയും ചെയ്തിരുന്ന പരിശുദ്ധ. അങ്ങനെ ആ അമ്മ, അങ്ങനെ അവൾ ആ മാതൃത്വം സ്വന്തമാക്കിയത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. അതവൾ സ്വന്തമാക്കിയെടുക്കുക. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലെ ആ വിശ്വസ്തതയും ആ എളിമയും ആ തീക്ഷ്ണതയും ആ അനുസരണമൊക്കെ നമുക്കും വേണം. നമുക്കും കിട്ടും ഈ ദൈവിക ജീവൻ. അപ്പം അങ്ങനെ പരിശുദ്ധ അമ്മ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരെൻ്റെ സഹോദരന്മാരോ അമ്മയാണ്. അപ്പം നമ്മൾ ഈ യേശുവിൻ്റെ സഹോദരന്മാരാകാൻ നമ്മളെ സഹായിക്കാൻ പെർഫെക്റ്റ് ആയിട്ട് അമ്മയാണ്. അതൊരു വലിയ സത്യമാണെന്ന് ജോൺ പോൾ ഉണ്ടാവണം. അപ്പം അത് വെറുതെ ഒരു ഐഡിയോളജി അല്ല, ഇറ്റ്സ് എ ട്രൂത്ത്. രണ്ടാമത്തെ ഒരു കാര്യം പറയണം, അതിന് സാർവലൗകികം എന്നൊരു മാനമുണ്ട്. സർവ്വ മനുഷ്യരുടെയും മർത്യരുടെയും അമ്മയാണ് അവൾ. അപ്പോൾ സകല വിശ്വാസികളുടെ അമ്മയായിട്ട് മാറപ്പെട്ടു. എന്തെങ്കിൽ പോലും
അതിനൊരു പ്രത്യേകത എന്താണെന്ന് പറയാം, അവൾ എൻ്റെയും നിൻ്റെയും അമ്മയാണ്. ഇതാണ് അതിൻ്റെ അകത്തെ ബ്യൂട്ടി. അതായത് സകല മർത്യരുടെ അമ്മയായി, മാനവകുലത്തിന് മുഴുവൻ അമ്മയായി മാറും ഹൗവയിലൂടെ. നമ്മളെല്ലാവരും ഹൗവയുടെ പാപം മൂലം എല്ലാ മനുഷ്യരും പാപത്തിന് അധീനരായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗവയിലൂടെ നമുക്ക് കിട്ടിയ അതേ ഒരു മാനം തന്നെയാണ് രണ്ടാമത്തെ ഹൗവയ പരിശുദ്ധ മറിയത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളാകാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെടുക. ഇങ്ങനെ എല്ലാ മക്കളുടെ അമ്മയാണ് അവൾ എന്ന് പറയുമ്പോൾ പോലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാം, അവൾ എൻ്റെയും നിൻ്റെയും പേഴ്സണൽ അമ്മയാണ്. ഈശോ കാൽവരിമലയിലെ കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ട് സ്ത്രീയെ ഇതാ ശതകോടീശ്വരന്മാരായ നിന്റെ മക്കളെ സ്വീകരിക്കുക എന്നല്ല പറഞ്ഞു. സ്ത്രീയെ ഇതാ നിന്റെ മകൻ പേഴ്സണലി ഈശോ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മ നമ്മുടെ ഓരോരുത്തരെയും പേഴ്സണൽ അമ്മയാണ്. നമ്മളെ പേഴ്സണൽ അമ്മയാക്കി നമ്മൾ മാറ്റണം. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മറിയത്തിൻ്റെ പുതിയ മാതൃത്വം അങ്ങനെ വെളിപ്പെടുകയാണ്. അപ്പോൾ ഈശോ കുരിശിൻ ചുവട്ടിൽ വെച്ചാണ് ആ മാതൃത്വം വെളിപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായൊരു അമ്മ, നമുക്കൊരു അമ്മ ആവശ്യമാണ്. അപ്പം നമ്മുടെ ഈ ലോകത്തിലെ അമ്മമാർക്കൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷേ ഈ അമ്മയ്ക്ക് പരിമിതിയില്ലാത്ത അമ്മയാണ്. ആ അമ്മയെ നമ്മൾ സ്വന്തമാക്കണം. എന്നിട്ട് അവസാനം പറയണം, ധാരാളം മക്കളുടെ അമ്മയാണ് ആ സ്ത്രീ എങ്കിലും ആ മക്കളിൽ ഓരോരുത്തരായുള്ള വ്യക്തിബന്ധമാണ് അവളുടെ മാതൃത്വത്തിൻ്റെ മഹാത്മ്യം. എല്ലാ മക്കളുടെ അമ്മയാണെങ്കിലും ഓരോരുത്തരെയും അവൾ പേഴ്സണലി കാണുന്നുണ്ട്, പേഴ്സണലി അവൾ നോക്കുന്നുണ്ട്. അതാണ് ജോൺ പോൾ രണ്ടാമൻ. അങ്ങനെ ആ വ്യക്തിബന്ധമുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് പറയുകയാണ്, ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ അനുപമമായും സവിശേഷമായും വ്യക്തിപരമായും നിന്റെയും എൻ്റെയും അമ്മയാണ്. അതെ, സവിശേഷമായും വ്യക്തിപരമായും അനുപമമായും അവൾ എൻ്റെയും നിൻ്റെയും അമ്മയാണ്. ഇതാണ് യേശു ഏൽപ്പിച്ചു തരാണ്. കുരിശിൻ ചുവട്ടിൽ യേശു നൽകിയ ഏറ്റവും വലിയ രക്ഷയുടെ എന്നുണ്ട്. അതിൻ്റെ ഒപ്പം സ്വർഗം നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് മക്കളെ പരിശുദ്ധ അമ്മ. അങ്ങനെ നിനക്കൊരു അമ്മയുടെ കുറവുണ്ട്, ഒരു അമ്മയുടെ കുറവുണ്ട്. ഈ കുറവ് നീ നികത്തണം. നിനക്ക് നിൻ്റെ ജീവിതത്തിലെ ഏത് കുറവുകൾ നികത്താൻ കഴിവുള്ളവളാണ് ആ പരിശുദ്ധ അമ്മ. അവൾ ജോൺ പോൾ രണ്ടാമൻ വരുമ്പോൾ പറയാണ്, അവൾ ഒരിക്കലും നിന്നെ ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെടുത്തു പോകാൻ അനുവദിക്കില്ല. ഈ ലോകത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നീ നഷ്ടപ്പെട്ടു പോകാൻ, സ്വർഗത്തിന് നഷ്ടപ്പെട്ടു പോകാൻ, യേശുവിന് നഷ്ടപ്പെട്ടു പോകാൻ ആ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ച ഒരാളെ പോലും അമ്മ കൈവിടത്തില്ല എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും. യെസ്, ഹി ഈസ് വിത്ത് യു. അവൾ കാത്തിരിക്കുന്നു നീ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ പ്രിയമക്കളെ, വലിയ വലിയ റെവലേഷൻ സ്വർഗം നമുക്ക് തരികയാണ്. നമുക്ക് നന്ദി പറയാം. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ കൃപാവരങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ വരേണമേ. എൻ്റെ സ്നേഹനിധിയായ അമ്മയായി പരിശുദ്ധ മറിയത്തെ എനിക്ക് നൽകിയതിന് അവിടുത്തേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ആമേൻ. ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കം ഹോളി സ്പിരിറ്റ് ലിവിംഗ് ഇൻ മേരി, താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ഓഫ് മൈ ലവിംഗ് മദർ മേരി. ആമേൻ. അപ്പോൾ സ്വർഗം നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഒരമ്മ. ഈ ഒരു അമ്മയുടെ കുറവ് നിൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവിൻ്റെയും കാരണം ഇത് മാത്രമായിരിക്കും. അതുകൊണ്ട് ഈ വലിയ ബ്ലെസ്സിങ് സ്വന്തമാക്കാൻ പ്രിയമുള്ളവരെ, ഗെറ്റ് പ്രിപ്പയർഡ്. ആൻഡ് അതിസ്വാഭാവികമായ തൻ്റെ പുത്രൻ നമുക്ക് നൽകുന്ന അത് എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് ആൻഡ് ന്യൂ ലൈഫ് ഈസ് അവൈറ്റിംഗ് ഫോർ യു. ഓക്കെ, സോ ലെറ്റ് us prepare for it and receive it through our blessed mother. Amen. നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ 139 കോടി ജനങ്ങൾക്ക് ഇങ്ങനൊരു അമ്മയുടെ ആവശ്യമുണ്ട്. അവരെല്ലാം നമ്മൾ യേശുവിൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടവരാണ്. സോ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവാണ് നമ്മുടെ ഭാരതത്തിലും നമ്മുടെ ചുറ്റുപാടിലും. ഓക്കെ, ലെറ്റ് us pray. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവനന്മകളുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ത്രിപുര സംസ്ഥാനത്തെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിവരും നന്ദിയറ്റ പാപികളുമായിരിക്കുന്ന ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം
ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തുന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. അനന്ത സ്നേഹമായ ദൈവമേ, ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ത്രിപുര സംസ്ഥാനത്തെയും മുഴുവൻ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവനീതിയിലും സത്യസന്ധതയിലും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ കൃപ ലഭിക്കുന്നതിനായി പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഇവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. സമാധാനദാതാവായ ദൈവമേ, ദുഃഖത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ത്രിപുര സംസ്ഥാനത്തെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്ന വിഘടന തീവ്രവാദ ഗ്രൂപ്പുകളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാർഗങ്ങളിലേക്ക് തിരിയുവാനുള്ള ദൈവീക പ്രചോദനം ഈ സഹോദരങ്ങൾക്ക് ലഭിക്കുന്നതിനായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഇവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. കാരുണ്യവാനായ ദൈവമേ, ദുഃഖത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ത്രിപുര സംസ്ഥാനത്തിൻ്റെ രാജ്യാന്തര അതിർത്തിയെയും ഇവിടെ സേവനം ചെയ്യുന്ന എല്ലാ സൈനികരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതിർത്തിയിലുടനീളം സമാധാനവും സാഹോദര്യവും പുലരുവാനും രണ്ട് രാജ്യങ്ങളുടെയും ഭരണ നേതൃത്വങ്ങൾ പരസ്പരം സഹകരണത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നതിനായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഇവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദിവരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. അനന്ത സ്നേഹമായ ദൈവമേ, ദുഃഖത്തിൻ്റെ 4-ാം രഹസ്യം ധ്യാനിക്കുമ്പോൾ ത്രിപുര സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരു കുടുംബത്തിന് ഒരു കുട്ടി എന്ന കാഴ്ചപ്പാടിൽ ഭ്രൂണഹത്യയെ വളരെ ലാഘവത്തോടെ കാണുന്ന ഇവരുടെ മനസാക്ഷിയെ അങ്ങ് സ്പർശിക്കണമേ. ഈ പാപത്തിൻ്റെ ഗൗരവം തിരിച്ചറിയുവാനും ഇതിൽ നിന്ന് പിന്തിരിയുവാനുമുള്ള കൃപ ലഭിക്കുന്നതിനായി പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന് ഇവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഗാഗുൽത്ത മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദേവമാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. അനന്ത സ്നേഹസ്വരൂപനായ ദൈവമേ, ദുഃഖത്തിൻ്റെ 5-ാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ത്രിപുര സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് ജടിക പാപങ്ങളുടെയും കെണികളിൽപ്പെടാതെ മൂല്യബോധമുള്ള പൗരന്മാരായി വളരുവാനും യഥാർത്ഥ ദൈവസ്നേഹാനുഭവത്തിലേക്ക് വളരുവാനുമുള്ള കൃപ ലഭിക്കുന്നതിനായി പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന് ഇവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്നായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധം അറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുണമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യത്വത്തിന് ഭംഗം വരുത്താത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവരസം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഭയാർത്ഥികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലിഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലിഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരൂപതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ്ടെടുക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യാമറിയമേ, ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടിവന്ന് അങ്ങേ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് അങ്ങ് ഓർക്കണമേ. കന്യകളെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിങ്കൽ ഞങ്ങൾ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപികളായ ഞങ്ങൾ അങ്ങയുടെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു.
അവതരിച്ച വചനത്തിൻ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.